ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഭൂരിഭാഗം ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, അതുപോലെ തന്നെ ഒരു റെന്റൽ ഇൻകത്തിനായിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളോ ഫ്ളാറ്റുകളോ ഒക്കെ വാങ്ങിയാണ്. ഇന്ന് നമ്മൾ എല്ലാവരും ഗോൾഡിന്റെ ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പവന് 3000 രൂപയുണ്ടായിരുന്ന സ്വർണത്തിന് ഇന്ന് 1,10,000 രൂപയ്ക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞ കാര്യം നമുക്കറിയാം. എന്നാൽ നമ്മൾ ആരും അറിയാത്ത മറ്റൊരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്: 12% റിട്ടേൺസ്. ഇന്ന് ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ്. അത് ഏതാണ് എന്നുള്ളത് ഒരുപക്ഷെ മാധ്യമങ്ങളിലോ മറ്റ് സോഷ്യൽ മീഡിയയിലോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു സ്കീമിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതാണ് ആനുവിറ്റീസ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികൾ ഇത്തരം ആനുവിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ആനുവിറ്റീസിനാണ് വർഷങ്ങൾക്ക് മുമ്പ് 12% ഓഫർ ചെയ്തിരുന്നത്. ആ റേറ്റ് ഇപ്പോഴും ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ അന്ന് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് 12 ലക്ഷത്തിന് മുകളിൽ ഇപ്പോഴും പ്രതിവർഷം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ആ 1 കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്കറിയാം 6.25 ലക്ഷം അല്ലെങ്കിൽ 6.50 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇരട്ടിയിലധികം തുക ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണിത്. അതുപോലെ 2026 നിങ്ങൾ ആനുവിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2036 2046 ഇതേ സ്റ്റോറി നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? ഇതൊരു ഫിസിക്കൽ അസറ്റ് അല്ല, മറിച്ച് ഒരു ഫൈനാൻഷ്യൽ അസറ്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഫൈനാൻഷ്യൽ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. ഫിസിക്കൽ അസറ്റുകൾ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ല. നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗോ ഫ്ളാറ്റോ വാങ്ങി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ചിലപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് വിദേശത്തായിരിക്കാം. അല്ലെങ്കിൽ ആ ജനറേഷന് അത് നോക്കി നടത്താനും വാടക പിരിക്കാനുമൊക്കെ ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതിനു പുറമെ ടെനന്റ് മാനേജ്മെന്റ് റിസ്ക്, ഡിസ്പ്യൂട്ടുകൾ എന്നിവ വരാം. വാടകക്കാർ ഒഴിയുന്ന സമയത്ത് 3-4 മാസത്തേക്ക് ചിലപ്പോൾ റെന്റൽ ഇൻകം കിട്ടാതെയും വരാം. എന്നാൽ ആനുവിറ്റിയിൽ അത്തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 2. ടാക്സേഷൻ നിയമങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വം. ഗവൺമെന്റിന്റെ നിയമങ്ങൾ മാറുന്നത് മൂലം ഫിസിക്കൽ അസറ്റുകളിൽ ഭാവിയിൽ നമുക്ക് വലിയ ടാക്സേഷൻ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. 3. സ്ഥിരമായ വരുമാനം, പ്രെഡിക്റ്റബിൾ ആൻഡ് ലോക്ഡ് റിട്ടേൺസ്. നിലവിൽ റീപ്പോ റേറ്റ് 5.25%. കോവിഡിന് മുമ്പ് ഇത് 6.5% ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് 10 വർഷം മുമ്പ് 9% സിനാരിയോയിൽ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 10%, 11%, 12% ഒക്കെ ഉണ്ടായിരുന്നു. ശരാശരി നോക്കിയാൽ ഓരോ 10 വർഷത്തിലും ഇൻട്രസ്റ്റ് റേറ്റിൽ 2%+ കുറവാണ് വരുന്നത്, ഡിക്ലൈനിങ് ട്രെൻഡ്. എന്നാൽ ആനുവിറ്റിയിൽ ഇന്ന് നമ്മൾ ഒരു റേറ്റ് ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ നാളെ റീപ്പോ റേറ്റ് വികസിത രാജ്യങ്ങളിലെ പോലെ ഡെവലപ്ഡ് നേഷൻസ് 3% താഴെയോ 2% താഴെയോ വന്നാൽ പോലും നമുക്ക് ഇതേ ഉയർന്ന റേറ്റ് തന്നെ ജീവിതകാലം മുഴുവൻ കിട്ടിക്കൊണ്ടേയിരിക്കും. 4. മറ്റ് റിസ്കുകളിൽ നിന്നുള്ള സംരക്ഷണം. നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരുന്നാൽ പോലും ആനുവിറ്റിയിൽ നിന്നുള്ള വരുമാനം മുടങ്ങാതെ കിട്ടും. വാർദ്ധക്യകാലത്ത് മോണിറ്ററിംഗ് എഫർട്ടുകളോ മറ്റ് ഫിസിക്കൽ ബുദ്ധിമുട്ടുകളോ ഇല്ല. കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൽ ഫ്ലഡ് പോലുള്ള ക്ലൈമറ്റ് റിസ്കുകളോ കോവിഡ് പോലുള്ള പാൻഡമിക് സിറ്റുവേഷനുകളോ വരുമ്പോൾ പല ഇൻകത്തെയും അത് ഭാവിക്കാറുണ്ട്. എന്നാൽ ആനുവിറ്റി സോവറിൻ ഗ്യാരണ്ടി ബോണ്ടായി തരുന്നതുകൊണ്ട് ഇതിന്റെ ഇൻകം ഫ്ലോ ഒട്ടും പറ്റാത്ത ഒരു ശാശ്വത വരുമാനമായി പെർപെച്വൽ ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പ്ലാനിലെ വിവിധ ഓപ്ഷനുകൾ. ഉദാഹരണത്തിന് 52 വയസ്സുള്ള ഒരു വ്യക്തി 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് റിട്ടേൺ ലഭിക്കും എന്നുള്ളത് അയച്ചു തരുന്നതാണ്. എന്തുകൊണ്ട് നമ്മൾ ആനുവിറ്റി തിരഞ്ഞെടുക്കണം? ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിൽ നിന്ന് വരെ നമ്മുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഇതിന് കഴിയും എന്നതാണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും കുട്ടികളോ മറ്റാരെങ്കിലുമോ നമ്മളോട് ഇമോഷണലായി റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അവർക്ക് എടുത്തു കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ ഹാർഡ് ഏൺ മണി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആനുവിറ്റിയിലാകുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ബ്രത്ത് വരെ നമുക്കൊരു വരുമാനം മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ മുൻപ് 100 തേങ്ങ തന്നിരുന്ന ഒരു തെങ്ങുണ്ടെന്ന് കരുതുക. അത് പിന്നീട് 80 കുറഞ്ഞു, പിന്നെ 60, 55 കുറഞ്ഞു കഴിഞ്ഞാൽ അതാണോ നമുക്ക് നല്ലത്? അതോ റെഗുലർ ആയിട്ട് എപ്പോഴും ഒരേപോലെ 80 തേങ്ങ വീതം തരുന്ന ഒരു തെങ്ങുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്? അതുപോലെ തന്നെയാണ് ഈ ആനുവിറ്റി പ്ലാനും. എപ്പോഴും ഒരേപോലെ സുരക്ഷിതമായ ലാഭം ഇത് ഉറപ്പു നൽകുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക.